വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവനാമം ദുഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പേര് പണ്ഡിതർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സാത്താൻ്റെ പിടിയിൽ അമർന്ന് ദൈവനാമം ദുഷിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ വികൃതമാക്കുകയും ചെയ്യുന്ന അനേകം പേർ ഒരു വരുമാന മാർഗമായി ഇതിനെ കണ്ടുകൊണ്ട് യൂട്യൂബ് ചാനലുകൾ ഉണ്ടാക്കി അന്നം കഴിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ദൈവം ഏകനാണ്, ഈ ഏകദൈവമല്ല തുടങ്ങിയ വിഷയങ്ങൾ. ഓരോരുത്തർക്കും അവരുടെ മനസ്സിൽ അവരുടെ സ്വപ്നങ്ങളിൽ കാണുന്ന വിവേകരഹിതമായ വാക്കുകളും പഠനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും യഥാർത്ഥ ആധ്യാത്മികതയെ ഇല്ലാതാക്കി സാത്താനിക പ്രവണതയ്ക്ക് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ദൈവം ഏകനാണ് എങ്കിൽ ദൈവം എങ്ങനെയാണ് സ്നേഹമാകുന്നത്? സ്നേഹം എന്ന വാക്കിന് ബഹുത്വമുണ്ട്. കാരണം സ്നേഹിക്കാൻ ഒന്നിലധികം ആളുകൾ ഉണ്ടാകും. ഏകനായ ഒരു വ്യക്തി സ്നേഹമാണ് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു ദൈവം സ്നേഹമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ ദൈവം തൻ്റെ ബഹുത്വം വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് എന്നാണ് അവിടെ ഉച്ചരിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ എവിടെ എടുത്തു നോക്കിയാലും 3 എന്ന പൂർണ്ണമായ സംഖ്യയിലാണ് ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അബ്രാഹാം തല ഉയർത്തി നോക്കുമ്പോൾ 3 പേർ നിൽക്കുന്നത് കൊണ്ട് സോദോം ഗോമോറിൻ്റെ നശീകരണത്തിന് തൊട്ടു മുമ്പുള്ള ഭാഗം. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നാണ്. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പഠിപ്പിക്കുന്നത് ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന നാമധേയം ഉണ്ടായത്? അതിനെക്കുറിച്ച് നമ്മൾ വളരെയേറെ പഠിക്കാനായിട്ടുണ്ട്. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ആ വിഷയം ചിന്തിക്കണം. സ്നാപക യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവിടെ 3 വ്യക്തികളെ നമുക്ക് കാണിച്ചു തരാം. 1 യേശു, 2 സ്വർഗത്തിൽ നിന്നുള്ള സ്വരം, 3 പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ്. 3 വ്യക്തികളാണ്. 3 വ്യക്തികളാവുമ്പോൾ തന്നെ അവർ സ്വഭാവത്തിൽ സത്തയിൽ ഒന്നാണ്. പുത്രൻ ചിന്തിക്കുന്നത് പിതാവ് ചിന്തിക്കുന്നു, പിതാവ് ചിന്തിക്കുന്നത് പുത്രൻ ചിന്തിക്കുന്നു, പുത്രനും പിതാവും ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് ചിന്തിക്കുന്നു, പരിശുദ്ധാത്മാവ് ചിന്തിക്കുന്നത് പിതാവും പുത്രനും ചിന്തിക്കുന്നു. അവരുടെ ചിന്തകളിലും പ്രവർത്തികളിലും ഒരു മാറ്റവുമില്ല എന്ന് യേശു തന്നെ തൻ്റെ 2-ാം വരവിനെ കുറിച്ച് പറയുമ്പോൾ വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ ഒന്നാമനും ഒടുവിലത്തവനുമാണ്, ഞാൻ ആദിയും അന്തവുമാണ്. ദൈവം തന്നെ തൻ്റെ 3 വ്യക്തിത്വ സ്വഭാവങ്ങൾക്ക് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദൈവം സ്നേഹമാകുന്നത് അതുകൊണ്ടാണ്. അല്ല എങ്കിൽ സൃഷ്ടികർമ്മം നടക്കില്ല. സൃഷ്ടികർമ്മം എല്ലാം
ഏകത്വത്തിൽ പോകും. അപ്പോൾ ഒന്നേ കാണൂ, പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, ഇതിലേതൊരു ഒന്നേ ഉണ്ടാകും. അത് എല്ലാ ജീവജാലങ്ങളിലും അങ്ങനെ സംഭവിക്കും. കാരണം ബഹുത്വം എന്തെന്ന് ഏകൻ അറിയാൻ പറ്റത്തില്ല. അവൻ അറിഞ്ഞുകൂടാ, കാരണം അവൻ ഏകനാണ്. അവൻ ആദ്യം മുതലേ ഏകനാണ് എന്ന് പറയുന്നവരോടാണ് ഞാനീ പറയുന്നത്. ആദ്യം മുതലേ ഏകനായ ഒരു വ്യക്തിക്ക് തൻ്റെ സൃഷ്ടികർമ്മത്തിലും ആ ഏകത നിലനിർത്താനേ സാധിക്കുള്ളൂ. പക്ഷേ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം മൂന്നിൽ അധിഷ്ഠിതമാണ്. കാരണം ആണും പെണ്ണും അവരിൽ നിന്നുണ്ടാകുന്ന മൂന്നാമത്. ഇത്രയുള്ളവരെ ഈ തിരുവചന ഭാഗങ്ങൾ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.